1961 ഒരു ആക്ടിൽ ഇതുവരെ 2025 വരെ ഒരുപാട് അമെൻമെന്റുകളും ഒരുപാട് റൂൾസുകളും അങ്ങനെ വന്ന് അത് ഒരുപാട് ബൾക്ക് ആയതുകൊണ്ട് അതിനൊന്ന് മൊത്തത്തിലൊന്ന് റീസ്ട്രക്ചർ ചെയ്യാന്നുള്ള രീതിയിലാണ് 2025 പുതിയൊരു ആക്ട് ആക്കിയിട്ട് പാർലമെന്റിൽ അത് എനാക്ട് ചെയ്തത്. അപ്പം അതിൽ എന്നാൽ തന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് ചേഞ്ചസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതില് പിന്നെ ഒരുപാട് ഇൻകം ടാക്സ് പഠിക്കാന്ന് പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് കഴിയുന്നില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. പക്ഷെ നമുക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ പറ്റാവുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അറിയിക്കുക എന്നുള്ളതും അഗെയിൻ പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഡിസ്കസ് ചെയ്യുക, അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം പിന്നെ ഒരു വൈഡ് ആക്ട് ആണ് ഇൻകം ടാക്സ്. അതിലും ഓരോ മേഖലകളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഈ പിന്നെ ട്രസ്റ്റ് ഭാഗങ്ങൾ അതൊരു വേറെ തന്നെ മേഖലയാണ്, ലിറ്റിഗേഷൻ വേറെ തന്നെ ഒരു മേഖലയാണ്, ഓക്കെ, ഓഡിറ്റ് വേറെ തന്നെ ഒരു മേഖലയാണ്. അപ്പം ഇപ്പം 2026 പിന്നെ ഇപ്പം വന്നിട്ടുള്ള 2026 ഇതിന്റെ 1/4/2026 ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഈ പുതിയ പിന്നെ ആക്ട് 2025 അത് എനാക്ട് ചെയ്തു, പാർലമെന്റിൽ പിന്നെ എനാക്ട് ചെയ്തു. പക്ഷെ അത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് 1 April 2026. അപ്പൊ ഇപ്പം സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിപ്പോ ഓഡിറ്റ് ഒക്കെ നടക്കുന്നത് 2025-26 ആക്കണം. ആ വർഷത്തേക്ക് പുതിയ ആക്ട് അപ്ലിക്കബിൾ അല്ല. ഇപ്പൊ റണ്ണിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിലാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് പിന്നെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാരിറ്റി വരുത്താം. ഓക്കെ, അതിൽ പിന്നെ മേജർ ആയിട്ട് ഇപ്പൊ നമ്മൾ ഓരോരോ ബജറ്റിലും ആക്ട് മാറിയിട്ടില്ലെങ്കിലും ഓരോരോ ബജറ്റിലും മാറ്റം വരുന്നതാണ് ഈ സ്ലാബ് റേറ്റുകൾ മാറ്റം വരിക എന്നുള്ളത്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് സ്ലാബ് റേറ്റിൽ മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതോ ഓരോരോ ബജറ്റിലും സ്ലാബ് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ബജറ്റിലുള്ള സ്ലാബ് റേറ്റ് മാറിയത് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ 2025 വരെയുള്ള ഒരു സ്ലാബ് എന്ന് പറയുന്നത് 15 ലക്ഷം ഇൻഡിവിജ്വൽസിന്റെ സ്ലാബിലാണ് ഈ മാറ്റങ്ങൾ കൂടുതൽ വരുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽസ് പറഞ്ഞാൽ സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ പ്രൊപ്പറേറ്റർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെയിലാണ്. അതാണ് ഇൻഡിവിജ്വൽ സ്ലാബിലാണ് മാറ്റങ്ങൾ കാര്യമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലും തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയർ വരെ 15 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ 30% ടാക്സ് ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് 24 ലക്ഷം കഴിഞ്ഞാൽ ആണ് 30% ടാക്സ് എന്നുള്ളൊരു പിന്നെ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പം ആദ്യം തന്നെ ഞാൻ ന്യൂ ടാക്സ് റെജിം 2025 പിന്നെ 26 ടാക്സ് റെജിം എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ എങ്ങനെ നിലനിൽക്കുന്ന വെച്ചാൽ 4 ലക്ഷം വരെ ടാക്സ് ഇല്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5% ടാക്സ് ഉള്ളത്. 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 10%, 12 ലക്ഷം മുതൽ 16 ലക്ഷം വരെ 15%, 16 to 20 പിന്നെ 20, 20 to 24, 25, എബോവ് 24 ലാക്ക് ആണെങ്കിൽ 30. അത് 4 ലാക്കിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് സ്ലാബിലുള്ളത്. അതേപോലെ തന്നെ ടാക്സ് റേറ്റ് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് ഉള്ളത്. 5, 10, 15 അങ്ങനെ ഉള്ളത്. അപ്പം അതങ്ങനെ സ്ലാബ് ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ബേസിക് എക്സെപ്ഷൻ ലിമിറ്റ് 4 ലക്ഷമാണ്. 4 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ എന്തായാലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ എല്ലാവരും പിന്നെ പുതിയ ബഡ്ജറ്റൊക്കെ വന്ന സമയത്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നുള്ളത് അർത്ഥം വെക്കുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നല്ല. ഇൻകം ടാക്സ് റിട്ടേൺ 4 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യണം. പക്ഷെ 12 ലക്ഷം വരെ ടാക്സ് ഉണ്ടാവില്ല. കാരണം റിബേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാക്സ് റിബേറ്റ് ആക്കി കൊടുക്കുകയാണ്. ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ ടാക്സ് റിബേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ 4 ലക്ഷത്തിന് മുകൾക്കുള്ള എമൗണ്ടിന് തന്നെ ടാക്സ് ഉണ്ടാവും. ഈ റിബേറ്റ് എന്ന് പറയുന്നത് 60,000 രൂപ ഒരു വർഷം ടാക്സിൽ നമുക്ക് ഒഴിവാക്കി തരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 12 ലക്ഷത്തിന് ടാക്സ് ഇല്ലാതെ. സാലറി ഉള്ള ആൾക്കാർക്ക് അത് 12,75,000 എന്ന് പറയപ്പെടുന്നുണ്ട്. അത് കാരണം സാലറിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു
ഫ്ലാറ്റ് ഡിഡക്ഷൻ 75,000 വരുന്നുണ്ട്. അതുകൊണ്ടാണ് സാലറിയുള്ള ആൾക്കാർക്ക് ടോട്ടൽ 12,70,000 വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പിന്നെ ഈ ഒരു ഇതിലൊരു മാറ്റം വന്നിട്ടുള്ളത്, പിന്നെ സാധാരണ സാലറിക്ക് 50,000 ആയിരുന്നു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടായിരുന്നത്, അത് 75,000 ആക്കിയിട്ട് മാറ്റി. പിന്നെ ഏറ്റവും ഒരു മേജർ ഡിഫറൻസ് പുതിയ ആക്ടിൽ വന്നിട്ടുള്ളത്, നമ്മൾ സാധാരണ അസസ്മെന്റ് ഇയർ, ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ട് ഇയർ ഏതാന്ന് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് എല്ലാവർക്കും ഉണ്ടാവുക. അങ്ങനത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി അസസ്മെന്റ് ഇയർ എന്നും ഫിനാൻഷ്യൽ ഇയർ എന്നുള്ള പേര് ഇൻകം ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ഒറ്റ വർഷമേ ഉള്ളൂ, ടാക്സ് ഇയർ എന്ന് മാത്രമേ പേരുള്ളൂ. ഇപ്പൊ 2026-27 ഇനി ഇപ്പം നടക്കുന്നത്, അതിന് നമ്മൾ ഇനി ഫിനാൻഷ്യൽ ഇയർ എന്ന് വിളിക്കുന്നില്ല. അതേപോലെ തന്നെ അടുത്ത വർഷം ആകുമ്പോൾ അതിന് അസസ്മെന്റ് ഇയർ, ഈ വർഷത്തിന്റെ അസസ്മെന്റ് ഇയർ അടുത്ത വർഷം അങ്ങനെ പറയുന്നത്. എല്ലാത്തിനും ഒറ്റ പേരാണല്ലോ ഇനി, ടാക്സ് ഇയർ എന്നാണ് ഈ ഒരു ഇയറിന് പറയുന്നത്. അതായത് 2026-27 അത് ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ ഒന്നും അല്ല അതിനെ പറയാം, അതിന് ടാക്സ് ഇയർ എന്നാണ് പറയുന്നുണ്ടാവുക. ഓക്കെ. അതേപോലെ തന്നെ പിന്നെ മുന്നകത്തെ സെക്ഷൻസ് എന്ന് പറയുന്നത് കുറെ 1961 ഉണ്ടാക്കിയ ഒരു പിന്നെ ആക്ട് ആയിരുന്നല്ലോ. അപ്പൊ അതിൽ കുറച്ച് ഭയങ്കരമായ വലിയൊരു 819ഓളം സെക്ഷൻസ് ഉണ്ടായിരുന്നു. അത് പുതിയ ആക്ടിൽ അത് ചുരുക്കി 300 ചില്ലാനം സെക്ഷൻസ് ചുരുക്കിയിട്ട് പിന്നെ 536 സെക്ഷൻ ആക്കിയിട്ട് കുറച്ചു. അപ്പം മൊത്തത്തിൽ ഇതിന്റെ നിയമങ്ങൾ ഒരുപാട് മാറ്റിയിട്ടൊന്നുമില്ല. ഇതിന്റെ സെക്ഷൻസും റൂൾസും അതൊന്നും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്ടിനെ മാറ്റിയാണ് കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ മേജർ ആയിട്ടുള്ള ഒരു പിന്നെ ചേഞ്ചസ് വരുന്നത്, പിന്നെ കുറച്ച് ചെറിയ ചെറിയ ക്ലറിക്കൽ എറർ കാര്യങ്ങൾക്കൊക്കെ ഡിജിറ്റലായിട്ട് പിന്നെ നോട്ടീസ് റിപ്ലൈ കൊടുക്കാനൊക്കെ ഡിജിറ്റൽ അസസ്മെന്റ് വരുത്തിയാൽ മതി എന്നുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു കഴിഞ്ഞ ആക്ടിൽ ക്രിപ്റ്റോ കറൻസി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊന്നും ആക്ടിൽ കൃത്യമായിട്ട് അതിന്റെ ടാക്സബിലിറ്റിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അത് പുതിയ ഒരു കറൻസി ആയിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ആക്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പുതിയ 2025 ആക്ടിൽ ആണ് ക്രിപ്റ്റോ കറൻസിന്റെ ടാക്സബിലിറ്റിനെ കുറിച്ചിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ടാക്സബിൾ ആവുക, എപ്പോഴാണ് ടാക്സബിൾ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ TDSന്റെ ഫോംസ് കാര്യങ്ങളൊക്കെ പിന്നെ ഒരു 3 സ്ലാബിലേക്ക് 3 രീതിയിലേക്ക് മാറ്റം വരുത്തിയിട്ട് ഉണ്ട്. പിന്നെ ഈ TDSന്റെ ഫോംസ് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് TDSന്റെ സെക്ഷൻസ് കാര്യങ്ങൾ എല്ലാം മാറി. കംപ്ലീറ്റ് ഇൻകം ടാക്സിന്റെ സെക്ഷൻസിന്റെ നമ്പറുകളും ഇപ്പം വ്യത്യാസം ഉണ്ടാവും. ഇതുവരെയുള്ള നമ്പറുകൾ ഒക്കെ എന്തിനകത്ത്. പക്ഷെ ഈ ഒരു ഓഡിറ്റ്, ഇപ്പൊ നടക്കുന്ന ഓഡിറ്റ് 2025-26 പിന്നെ ഫിനാൻഷ്യൽ ഇയറിന്റെ ആണ്. ആ ഫിനാൻഷ്യൽ ഇയറിലേക്ക് പുതിയ ആക്ടിന്റെ ഒന്നുമില്ല. നമ്മൾ 2025 തന്നെ ഇത് എനാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു പിന്നെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1/4/2026 ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് ഉള്ളൂ. ഓക്കെ. ഇത്ര കാര്യങ്ങളാണ് കൂടുതൽ വലിയ ചേഞ്ചസുകൾ എന്ന് പറഞ്ഞാൽ. ആക്ട് മാറിയത് കൊണ്ട് അങ്ങനെ സെക്ഷൻസിലും ഇതിലൊന്നും ചേഞ്ചസ് വന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സെക്ഷൻസും എന്തായിരുന്നോ 1961 ഉണ്ടായിരുന്നത് അതേ സെക്ഷൻ തന്നെ ആണ്, അതേ ഫിഗറുകളാണ് ബാക്കി എല്ലാ കാര്യത്തിലും. അതിലൊക്കെ സെക്ഷൻ നമ്പറുകളും അതിന്റെ വേർഡിങ്സുകൾ ഒന്നുകൂടി മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ പ്രൊവിഷൻസ് ഒക്കെ മാറ്റിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് കുറെ കാര്യങ്ങൾ ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻ വായിക്കുമ്പോൾ 2 രീതിയിൽ അർത്ഥം വെക്കുന്ന കുറെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇവർ കൃത്യമായിട്ട് എന്താണോ ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. എന്തെങ്കിലും ഇനി പുതിയ ആക്ട് മാറിയതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന സംഭവം വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയത് അല്ലെങ്കിൽ തെറ്റായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം, ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്, പുതിയ ആക്ട് വന്നതുകൊണ്ടുള്ളതാണോ എന്നുള്ളത്. ഓക്കെ. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ആക്ട് മാറിയത് കൊണ്ട് ഉള്ള ഒരു വ്യത്യാസമുള്ള. അല്ലാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർ ഒന്നുള്ളത് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഭാഗം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം കുറച്ച് നോട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. ആർക്കെങ്കിലും അങ്ങനെ ഡൗട്ടുകളായിട്ട് നോട്ട് ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ പറഞ്ഞാൽ എന്ത് ചെയ്യാം, അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ഒരു ഇന്ററാക്റ്റീവ് ആയിക്കോളും സെക്ഷൻസ്. ഇപ്പൊ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ പറയല്ലേ. നിങ്ങൾ പറയേണ്ട ഈ ഒരു ടാക്സ് ഇയർ എന്നുള്ളത് സാധാരണ ഫൈനാൻഷ്യൽ ഉള്ളത് പിന്നെ 1 April to 31 March ആണല്ലോ. അതെ.
അപ്പൊ ഈ ടാക്സ് ഇയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിന്റെ ഇത് ടാക്സ് ഇയറിന്റെ പേര് മാത്രം മാറ്റിയിട്ടുള്ളൂ. ഫസ്റ്റ് ഏപ്രിൽ 2026 ടു 31 മാർച്ച് 2027. അത് ഇയർ പീരീഡ് ഇപ്പൊ ഗൾഫിലെ പോലെ കലണ്ടർ ഇയർ അല്ല, ഇങ്ങനെ തന്നെ പിന്നെ 1 ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ്. അത് മാറ്റിയിട്ടില്ല, അതിന്റെ പേര് മാറ്റിയിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഒന്നുകൂടി ചോദിക്കാനുള്ളത്, അതിൽ ഇന്ററാക്റ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടയ്ക്കാര് ചോദിക്കുന്നത്. ഒന്ന് പിന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ അതില് ഈ സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 12,700 12,775,000 ആണ്. ആ അപ്പൊ ഇത് പിന്നെ സാധാരണ NRIക്ക് ആണോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു പിന്നെ ഒരു സാലറീഡ് പേഴ്സന്റെ കാര്യമാണോ പറഞ്ഞത്? NRIക്ക് പിന്നെ അയാള് റെസിഡന്റ് NRI ആണെന്നുണ്ടെങ്കിൽ അയാൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അക്രൂ ഓർ അറൈസ് ഇന്ത്യയിൽ ആണെങ്കിൽ മാത്രമേ അയാൾക്ക് ടാക്സബിലിറ്റി ഉള്ളൂ. ഒരു NRI ഇന്ത്യന്റെ പുറത്താണ് ഇൻകം പിന്നെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാള് ഫുൾ ആയിട്ടും എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ഓക്കെ, താങ്ക് യു. അതായത് നിങ്ങൾ അവിടെ വാങ്ങുന്ന സാലറി നിങ്ങളെ സ്റ്റാറ്റസ് NRI ആണെങ്കിൽ, പക്ഷെ നിങ്ങൾ NRI പിന്നെ നിങ്ങളെ സ്റ്റാറ്റസ് NRI അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പിന്നെ ഇവിടെ ടാക്സ് ചെയ്യും. അത് ഗവൺമെന്റിന് അങ്ങനെ പ്രൂവ് ഉണ്ടാവോ എത്രയും സാലറീഡ് പേഴ്സൺ ആണെന്നുള്ളത്? ഇൻകം ടാക്സ് മുഴുവനായിട്ടും, അതായത് ഇവിടെ TDS എന്നുള്ള പ്രൊവിഷനാണ് നമ്മൾ ഓരോരുത്തരുടെ ഇൻകം മറ്റേ ആള് ഡിക്ലെയർ ചെയ്തിട്ട് മനസ്സിലാക്കുന്ന ഒരു സംവിധാനമാണ് TDS എന്നുള്ള ഉള്ളത്. നമ്മളെ ഇൻകം നമുക്ക് തരുന്ന ആള് ഡിക്ലെയർ ചെയ്യാൻ നിർബന്ധിതനാവും. ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ TDS പിടിക്കുന്നത് ഗവൺമെന്റ് നിർബന്ധമാക്കിയത് ആ എംപ്ലോയർ അല്ലെങ്കിൽ ആ സ്റ്റാഫിന് സാലറി കൊടുക്കുമ്പോൾ TDS പിടിച്ചിട്ടാണ് കൊടുക്കുക. പക്ഷെ പുറത്തുള്ള ഒരാളെ അങ്ങനെ ആ കമ്പനിക്ക് ഇവിടെ TDS പിടിക്കാത്ത പ്രൊവിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ സെൽഫ് ഡിക്ലറേഷൻ ആണ്. എല്ലാ കാര്യം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് ചില കാര്യങ്ങളൊക്കെ അറിയണ്ടാവും. പക്ഷെ ഒരു സ്ക്രൂട്ടിനി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വെരി ഈസിയാണ്. നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ, നമ്മളെ പാസ്പോർട്ടിൽ നമ്മളെ സ്റ്റാറ്റസ് മനസ്സിലാക്കാനും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നമ്മളെ റെസിപ്റ്റ് നോക്കാനും ഇതിനെല്ലാ പവറുകളും ഇൻകം ടാക്സിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്നാമത് ഇന്ററാക്ഷനെ കൂടുതൽ നമ്മൾക്ക് താല്പര്യപ്പെടുത്തും, കാരണം കൂടുതൽ NRIs ഇതിലുള്ളത്. അപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പം നിങ്ങൾ കൂടുതൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ ആയിരിക്കും ചിലപ്പം കൂടുതൽ ഉണ്ടാവും ഡീറ്റെയിൽ. അപ്പോ ഈ 180 days 120 daysന്റെ ഒരു കൺഫ്യൂഷന് എല്ലാവർക്കും ഉണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ നല്ലതാണ് NRIസിനുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ 182 days ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ, അതായത് പ്രൈമറി കണ്ടീഷൻ സെക്കൻഡറി കണ്ടീഷൻ എന്ന 2 കണ്ടീഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ NRI സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ 180 days ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, ഫസ്റ്റത്തെ ഓപ്ഷൻ അതാണ്, ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ NRI സ്റ്റാറ്റസ് പോകും. ഇനിയുള്ളത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൂടി ഉണ്ട്. അത് ഓർഡിനറി റെസിഡന്റ്. അപ്പൊ അതിനനുസരിച്ച് ചില ഇൻകങ്ങൾ നോട്ട് ഓർഡിനറി റെസിഡന്റിന് കൂടി അപ്ലിക്കബിൾ അല്ലാത്തൊരു കേസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് പിന്നെ ഗൾഫിലേക്ക് അല്ലെങ്കിൽ പോയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 60 days എങ്കിലും മിനിമം ഉണ്ടാകണം. 60 daysഉം ഇല്ലാത്ത കേസാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നോൺ റെസിഡന്റ് ഉണ്ടാവും. 60 days ഉണ്ട് എന്നിട്ട് അത് 2 കണ്ടീഷൻ, അത് കൺഫ്യൂഷൻ ആവാനാണ് കാരണം അതാണ്. ഒന്ന് 180 days ഇല്ല, പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് അയാൾ 60 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, 60 ദിവസം ഉണ്ട്. 60 ദിവസം ഉണ്ടെങ്കിൽ പിന്നെ നോക്കാനുള്ളത് ലാസ്റ്റ് 4 ഇയറിൽ 365 days ഇന്ത്യയിൽ ഉണ്ടോ നോക്കും. അപ്പൊ ഓക്കെ, 365 days ഇന്ത്യയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ നോൺ റെസിഡന്റ് അല്ല, പക്ഷെ റെസിഡന്റും അല്ല, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ളൊരു സ്റ്റാറ്റസിലേക്ക് മാറും. അങ്ങനെ 3 സ്റ്റാറ്റസ് ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഉള്ളത്. അതിൽ ഇവരെ ഈ സിസ്റ്റം ഉണ്ടല്ലോ, മറ്റേ നമ്മളിപ്പോ റെസിഡന്റ് ആകുമ്പോ നമ്മള് ഈ എയർപോർട്ടിൽ ഇത് ചെയ്യുന്നില്ലേ, പാസ്പോർട്ട് അപ്പൊ അത് അപ്പൊ അത് ഇവരായിട്ട് ലിങ്ക് ഉണ്ടോ? ഇവരെ ടാക്സ് ഇല്ല. നിലവിൽ അങ്ങനെ ലിങ്കും കാര്യങ്ങളൊന്നും പാസ്പോർട്ടിലെ
പിന്നെ ഇൻ ഔട്ട് ഒന്നും ഇല്ല. എല്ലാം ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ആണ്. നമ്മളെ സെൽഫ് ഡിക്ലറേഷൻ ഇനി ഇതൊക്കെ എപ്പോഴാ ബുദ്ധിമുട്ട് വരാച്ചാൽ എന്തെങ്കിലും ഒരു നോട്ടീസ് കേസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് പ്രൂവ് ചെയ്യാൻ പാസ്പോർട്ട് തന്നെ മതിയല്ലോ ധാരാളമായിട്ട് നോക്കാൻ. അത് കൃത്യമായിട്ട് കിട്ടും ചെയ്യില്ല അതിൽ ഡേറ്റ് ഇൻ ഔട്ടോ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ പാസ്പോർട്ടിൽ ശരിക്കും സ്റ്റാമ്പ് വരുന്നില്ല. അപ്പൊ എന്താ പറയാ, ഈ സ്മാർട്ട് ഗേറ്റ് വഴി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്കിങ്ങനെ നമ്മൾ ഓർമ്മിച്ചെടുക്കണോ, നമ്മൾ തന്നെ കണക്കൂട്ടണോ എത്ര ദിവസം നിന്നു എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ? നമ്മൾ തന്നെ കണക്ക് കൂട്ടണം. നമ്മൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്നുള്ളത്. ഹലോ, ഒരു സംശയം. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സാലറീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ആണ് സാലറി. 10,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 2.5 ലാക്ക്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഇയറിൽ ഒരു 50 ലാക്ക് ഇന്ത്യയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നിയമവശം എന്നാ? ഞാൻ വെറും സാലറീഡ് ആണ്, ബിസിനസ് ഇല്ല, ഓൺലി സാലറീഡ് ആണ്. അപ്പോൾ എനിക്ക് മാക്സിമം അയക്കുന്നതിന്റെ ഒരു ഡബിൾ പൈസ ഞാൻ നാട്ടിലേക്ക് അയച്ച്, അതിൽ നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുമോ? NRI അക്കൗണ്ട് ത്രൂ അല്ലേ അയക്കുന്നുണ്ടാവാ? അതെ, NRI അക്കൗണ്ട് എന്റെ ഖത്തറിൽ നിന്ന് എന്റെ NRI അക്കൗണ്ടിലേക്ക് തന്നെയാണ് അയക്കുന്നത്. അത് ഇന്ത്യ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഇന്ത്യയിലേക്ക് ഫണ്ട് വരികയാണ് ചെയ്യുന്നത്. NRI ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ NRI ഫണ്ട് പിന്നെ NRI അക്കൗണ്ട് കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അത് കാരണം ഒന്നാമത് അത് ഇവിടെ ടാക്സബിൾ ഇൻകം അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ ഒരു വർഷം നാളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നു. അതില് ഏകദേശം എന്റെ സാലറിന്റെ കഴിഞ്ഞ വർഷം സാലറിന്റെ 4 ഇരട്ടി ഉണ്ട് നോക്കുക. അതൊന്നും ഒരു ചോദ്യങ്ങളോ കാര്യങ്ങളോ അതിന്റെ അടുത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ആ പ്രോപ്പർട്ടി വാങ്ങാൻ അത്രത്തോളം ഫണ്ട് NRI അക്കൗണ്ടിൽ തന്നെ വരണം. ഓക്കെ. അത് NRI അക്കൗണ്ട് എന്റെ മുഴുവൻ അക്കൗണ്ടും ഖത്തറിൽ അക്കൗണ്ട് തന്നെ വരുന്നത്. ഇപ്പൊ എന്റെ ഫ്രണ്ട് എനിക്ക് ഒരു 10 ലക്ഷം റുപ്യ എന്റെ NRI ട്രാൻസ്ഫർ ചെയ്തു. ഓന്റെ NRI തന്നെയാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ബുദ്ധിമുട്ടുണ്ടാവോ? അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുമല്ലോ NRI അക്കൗണ്ട് വന്നതെന്നുള്ളത്. അതായത് ഇതിനൊക്കെ ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്ത് ടാക്സ് അടക്കാതെ പോയോ എന്നുള്ളതാണ് ബേസിക്കലി അവർ നോക്കണ്ടാവുക. അല്ല, ഞങ്ങൾ തമ്മിൽ എന്താവശ്യത്തിനാ 10 ലക്ഷം അവന്റെ അക്കൗണ്ട് NRIയിലേക്ക് വന്നതെന്നുള്ള ചോദ്യം വരുവാ? അത് NRI to NRI അല്ലേ, ഇവിടത്തെ ബാങ്ക് അക്കൗണ്ട് ഒന്നല്ലല്ലോ. അല്ലല്ല, NRI to NRI. അത് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഓൾറെഡി വന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി. അതിനുശേഷം നമുക്ക് വന്ന ചോദ്യങ്ങൾ സാർക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, അതെ. ഞാൻ ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് ആരെല്ലാമാണ് ഫസ്റ്റ് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ അതിലാണ്. ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആൾക്കാര് പിന്നെ ടാക്സബിൾ ഇൻകം 4 ലക്ഷമാണ് ബേസിക് എക്സംഷൻ ഇപ്പം ഉള്ളത്. 4 ലക്ഷത്തിൽ കൂടുതലുള്ള എല്ലാ ആൾക്കാരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് ഒരു 60,000 ഇപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ 12 ലക്ഷം വരെ ഇൻകം ഉള്ള ആൾക്കാർക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവില്ല. പക്ഷെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ടാവും. അത് ഇൻഡിവിജ്വൽസിന്റെ കേസിലാണ് കേട്ടോ ഈ റിബേറ്റ് ഉള്ളത്. ഇനിയിപ്പോ ഒരു ഫേം ആണ്, അതല്ലെങ്കിൽ LLP ആണ്, ഒരു കമ്പനി ആണെങ്കിൽ ഇങ്ങനത്തെ ടാക്സിന്റെ റിബേറ്റ് ഇല്ല. നിങ്ങൾ പറഞ്ഞ റിബേറ്റ് NRIസിനുണ്ടോ? ഈ 12 ലക്ഷം വരെ ടാക്സ് ഇല്ലാത്തത് NRIസിനുണ്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ. നാട്ടിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും വരുമാനങ്ങളുണ്ടോ? ഇപ്പോൾ കൃഷി പോലത്തെ ടാക്സ് വേണ്ടാന്ന് എന്നുള്ള വരുമാനത്തിന് ടാക്സ് വേണ്ടാന്ന് കേൾക്കാറുണ്ട്. അതെന്തെങ്കിലും യാഥാർത്ഥ്യം അതിൽ? ഒറ്റ തിരുത്തുണ്ട്. NRIസിന് റിബേറ്റ് എലിജിബിൾ റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രമേ എന്തുള്ളൂ
റിബേറ്റ് ഉള്ളൂ. റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രമേ റിബേറ്റ് ഉള്ളൂ കേട്ടോ. ഇപ്പോഴുള്ള അതേപോലെ തന്നെ വേറെ കാര്യം കൂടി ഉള്ളത്, ഈ മുന്നേക്കെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കുറെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാറുണ്ട്. LIC, അതേപോലെ തന്നെ ട്യൂഷൻ ഫീസ്, അതൊക്കെ ഉള്ളത് ഇൻകം ടാക്സിൽ 2 പ്രൊവിഷൻ ഉണ്ട്. ഒന്ന് ന്യൂ ടാക്സ് റെജിമും ഓൾഡ് ടാക്സ് റെജിമും. ഇങ്ങനത്തെ എല്ലാ ഡിഡക്ഷൻസും, ഇൻഷുറൻസ്, പിന്നെ കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, LIC, ഇതൊക്കെ ഡിഡക്ഷൻ കിട്ടുന്നത് ഓൾഡ് ടാക്സ് റെജിംസിലാണ്. ഈ ഓൾഡ് ടാക്സ് റെജിം ഇപ്പൊ ആരും ഡിസ്കസ് ചെയ്യാത്തത് എന്താ വെച്ചാൽ, ഓൾഡ് ടാക്സ് റെജിംസിന്റെ സ്ലാബ് വളരെ ചെറുതും ടാക്സിന്റെ റേറ്റ് വളരെ കൂടുതലും ആയതുകൊണ്ട് തന്നെ ഏറെക്കുറെ ആൾക്കാർക്ക് ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ടാക്സ് കൂടുക ചെയ്യുന്നുണ്ടാവുക. ഏറെക്കുറെ ആൾക്കാർ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവുക. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ ഏകദേശം ഒരു 9 ലക്ഷം പിന്നെ അല്ലെങ്കിൽ 10 ലക്ഷത്തിന്റെ അടിയിൽ സാലറി ഉള്ള ആൾക്കാർക്ക് ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്ത്, ഹൗസ് റെന്റ് അലവൻസ് അങ്ങനത്തെ എല്ലാ ഡിഡക്ഷൻസും ക്ലെയിം ചെയ്ത് 7 ലക്ഷത്തിന്റെ താഴോട്ട് പോകാൻ പറ്റുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ. എന്നാലും ന്യൂ ടാക്സ് റെജിം എടുക്കുകയാണെങ്കിൽ 12 lakh വരെ ലിമിറ്റ് ഇല്ല. അപ്പൊ അങ്ങനെ റയർ കേസുള്ള ആൾക്കാർക്ക് മാത്രമേ ഓൾഡ് ടാക്സ് റെജിം ബെനിഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ട വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഓൾഡ് ടാക്സ് റെജിംസിനെ കുറിച്ചിട്ട് ഇപ്പൊ ആരും ഡിസ്കസ് ചെയ്യാത്തത്. ഈ ഇതേപോലത്തെ ഡിഡക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇതോടുകൂടി ന്യൂ ടാക്സ് റെജിം ബൈ ഡിഫോൾട്ട് വന്നതോടുകൂടി അതിന്റെ ബെനിഫിറ്റ് എടുക്കുന്നതെല്ലാം നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ്, LIC, അതേപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട്, പിന്നെ ട്യൂഷൻ ഫീസ്, കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, അങ്ങനത്തെ ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യുന്നത് ഏറെക്കുറെ ഓൾഡർ മാത്രമേ പറ്റുള്ളൂ. अस्सलाम वालेकुम. आपका ओके. അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. അതിന് എത്ര ഉണ്ടെങ്കിലും ടാക്സ് വേണ്ട. അഗ്രികൾച്ചറൽ ഇൻകം എത്ര ഉണ്ടെങ്കിലും ടാക്സ് വേണ്ട. പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം ഉള്ള ഒരാൾക്ക് ഓൾറെഡി വേറൊരു ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ അതിന്റെ കമ്പ്യൂട്ടേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ബിസിനസ് ഇൻകം, അപ്പൊ അതിനൊരു റിബേറ്റ് പോലെ ഒരു ഫിഗർ കുറക്കുക ചെയ്യുക ടാക്സ്. അതായത് അയാളെ സ്ലാബിലേക്ക് അഗ്രികൾച്ചർ ഇൻകം കൂടി കൂട്ടും, എന്നിട്ട് അഗ്രികൾച്ചർ ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സ് കുറച്ച് തരും. അൾട്ടിമേറ്റ്ലി പറഞ്ഞാൽ ബിസിനസ് ഇൻകം അഗ്രികൾച്ചർ ഇൻകം രണ്ടും കൂടി ചെയ്യുന്ന ആൾക്ക് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ മുകളിൽ എന്തുണ്ടാവും, ചെറിയൊരു ടാക്സ് വരും. അതെങ്ങനെ, ഇയാളെ 12 ലക്ഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇയാളെ പിന്നെ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ 12 ലക്ഷം, അയാളെ പിന്നെ പേഴ്സണൽ ബിസിനസ് ഇൻകം 12 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടായിട്ട് അയാളെ സ്ലാബ് കടന്നു പോകുന്ന ഒരാൾക്കാണ് അഗ്രികൾച്ചറൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു ടാക്സിൽ വ്യത്യാസം വരും, ചെറിയൊരു എമൗണ്ട് കൂടും. പക്ഷെ അൾട്ടിമേറ്റ്ലി അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ് ആണ്. പിന്നെ ഒന്നിടയിൽ കയറിയാണ് അതില് ഒരു അഡീഷൻ. ഇപ്പം NRIs ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മേ ബി ബിൽഡിങ്സ് റെന്റ് ലെറ്റ് ഔട്ട് ഒക്കെ കൊടുക്കുന്നതായിരിക്കും തോന്നുന്നു, ഉണ്ടാവും. അപ്പോൾ ബിൽഡിങ്ങിന്റെ കേസിലൊക്കെ ഇപ്പൊ TDSന്റെ ഒക്കെ അപ്ലിക്കബിലിറ്റി ഉണ്ടാവും. ഇപ്പൊ റെന്റിന് എന്ത് ഇൻകം NRIsന് കിട്ടുകയാണെങ്കിലും 30% ഡിഡക്ട് ചെയ്യും. അങ്ങനത്തെ ഏതെങ്കിലും കേസ് നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആ ഒരു റിലേറ്റഡ് അങ്ങനെ ഉണ്ടെങ്കിൽ, ബിൽഡിങ്ങോ എന്തെങ്കിലും. സാധാരണ ഇന്ത്യയിലുള്ള വരുമാനങ്ങൾക്ക് NRIക്ക് NRO എന്ന് പറഞ്ഞൊരു പിന്നെ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ലീഗലായിട്ട് കാണിക്കുന്നവരാണെങ്കിൽ, അതായത് ഇതിൽ വരും ഇൻകം മ്യൂട്ടാണ്. കേട്ടില്ല. മ്യൂട്ടായി मुश्किल है. ഹലോ, ഞാനൊന്ന് ചോദിക്കട്ടെ? ഞാൻ കടയിലാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കാം.
പിന്നെ ഞാൻ ഇതാ പിന്നെ എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്, ദോഹ ഖത്തർ എന്നാണ് സംസാരിക്കുന്നത്. 33 വർഷമായി ഞാനിവിടെ പ്രവാസിയായിട്ടുള്ളത്. അപ്പം പൊതുവെ പറയുന്നത് കേൾക്കാം, ഒരു സാമ്പത്തിക വർഷം 150 ദിവസം വിദേശത്ത് കഴിഞ്ഞ പോലെയാണ് ഈ NREന്റെ പരിധിപ്പെടുക എന്നുള്ളത്. ഇപ്പൊ കുറച്ചൊരു 5-6 വർഷമായിട്ട് ഞാൻ എന്താ പറയാ കൂടുതൽ നാട്ടിലാണ് നിന്നത്. എനിക്ക് ആ ഈ 150 വർഷം എന്നുള്ള ഒരു ഇതെനിക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിപ്പം ഇവിടെ ഖത്തറിലുണ്ട്. ഓൾറെഡി 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 2 മാസം കൂടി കഴിഞ്ഞ് ആ 150 ദിവസം പൂർത്തീകരിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോ അത് വീണ്ടും ആ NRI സ്റ്റാറ്റസ് തന്നെ വരുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം നാട്ടിൽ നിന്നല്ലോ, 5-6 വർഷം വീട് പണിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യോ, ഇവിടെ നിന്നുള്ള അത്യാവശ്യം നമുക്ക് ഷോപ്പൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും നമ്മളെ ഇതിൽ വരുന്നില്ലല്ലോ, ഇത് ഈ കണക്കിൽ വരുന്നില്ലല്ലോ. അപ്പൊ ആ പൈസ ഒക്കെ നമ്മൾ അത്യാവശ്യം ഞാൻ എന്നാലും സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട്, കുറച്ചൊക്കെ നമ്മൾ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ആ സ്റ്റാറ്റസ് എന്തായിരിക്കും എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നല്ല കാര്യമായിരുന്നു. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കുറെ കാലമൊക്കെ ഗൾഫിൽ നിന്നിട്ട് പിന്നെ നാട്ടിലേക്ക് വരും, 1-2 വർഷമൊക്കെ ചിലപ്പോൾ നിൽക്കും. സാധാരണ ഞാൻ NRI ആണ് നമ്മൾ എപ്പോഴും പറയും ചെയ്യും. പക്ഷേങ്കിലും ഇതേപോലെ 180 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ NRI എന്നുള്ള സ്റ്റാറ്റസ് മാറിയിട്ട് നമ്മൾ റെസിഡന്റ് ആവും. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ വേറെ സ്ഥലത്ത് ഇന്ത്യയിൽ വരാതെ ഒപ്പിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആ സമയത്തേക്ക് വേണ്ടി ഏതെങ്കിലും ചെലവ് കുറഞ്ഞ സ്ഥലത്തേക്കെങ്കിലും മാറലുണ്ട്. ഇങ്ങനെ മാറാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഒരു റെസിഡന്റിന്റെ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണ്. ഗ്ലോബൽ ഇൻകം, അതായത് എവിടെ ഭൂമിലോകത്ത് എവിടെ ഇൻകം ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ടാക്സ് അടക്കണം എന്നാണ് നിയമമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക് NRI ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി റെസിഡന്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ മാക്സിമം റെസിഡന്റ് ആവാതെയാണ് ശ്രദ്ധിക്കേണ്ടത്, NRI ആയിട്ട് തന്നെയാണ് നോക്കേണ്ടത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ കേസിൽ 3-4 വർഷം നാട്ടിലുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ റെസിഡന്റ് ആയിട്ടാണ് ഉണ്ടാവുക കണ്ടിന്യൂസ്. ആ സമയത്തുള്ള ഗ്ലോബൽ ഇൻകത്തിന് ടാക്സബിൾ ആണ്. അതിന് പ്രത്യേകിച്ച് വേറെ എവിടെയും ഇപ്പൊ TDS പോലത്തെ അല്ലെങ്കിൽ വേറെ എവിടെയും രേഖകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇൻഡയറക്റ്റ് ആയിട്ട് വരില്ല എന്ന് വിചാരിക്കാം. ഡയറക്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും കേസുമായിട്ടോ അങ്ങനെയൊക്കെ ഒരാളുടെ സ്ക്രൂട്ടിനി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഭാവി ഉണ്ടാവാം. അതോടനുബന്ധിച്ച് ഒരു ഉപചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അതായത് ഈ കണ്ടിന്യൂ ആയിട്ട് തന്നെ 150 ദിവസം പിന്നെ നിൽക്കണം എന്നുള്ളൊരു നിയമമുണ്ടോ? അത് ചില ആൾക്കാർ പറയുന്നത് കേട്ട് മൊത്തത്തിലൊരു വർഷം 150 ദിവസം നിന്നായി എന്നുള്ളത്. രണ്ടാമത്, നമ്മൾ NRI ആയതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു എന്താ പറയാ റിട്ടേൺ ഫയൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അത് നല്ലതാണോ ചെയ്യല്, അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണം എന്ന് നിർബന്ധമില്ല. അത് ഇടയ്ക്ക് ടോട്ടൽ ഇത്ര ഡേയ്സ് മാത്രമേ, അത് ഇന്ന് കണ്ടിന്യൂ അതിൻ്റെ ഇടയിൽ ലീവ് എടുത്തതൊന്നും പ്രശ്നമില്ല. അതായത് കുറച്ച് മാസം ഇങ്ങനെ വന്ന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിർബന്ധമില്ല. രണ്ടാമത് എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നേ? രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഈ കണ്ടിന്യൂ ആയിട്ട് നിൽക്കണം എന്നുള്ളില്ല, മൊത്തത്തിൽ 150 ദിവസം ഉണ്ടായാൽ മതില്ല, പോയിട്ട് വരവിൽ പ്രശ്നമില്ല. അപ്പൊ നമ്മളിപ്പോ NRI തന്നെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ള ഇതുണ്ടോ? നമ്മളിപ്പോ അത്യാവശ്യം നമ്മളത് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെന്ന് കൂട്ടുക, അപ്പൊ കാശും കാര്യമെല്ലാം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഇത്? നാട്ടിൽ നിന്ന് വരുമാനമൊന്നും ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുമാനമൊന്നും ഇല്ലെങ്കിൽ NRI ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആവശ്യമില്ല. NRI ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അയാൾ NRI ആണ് തരുന്ന നാട്ടിൽ ഇൻകം ഉണ്ടാവും ചെയ്യുന്ന സിറ്റുവേഷനിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് ലീഗലായിട്ട് നാട്ടിൽ നിന്ന് വല്ല വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് 2 ലക്ഷത്തിൽ കൂടുതൽ കൂടിയിരിക്കണം അല്ല, അങ്ങനെയല്ലേ? 4 ലക്ഷത്തിൽ ഓക്കെ. അല്ലാത്ത നിലക്ക് നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക്സ്. അബ്ദുള്ളാന്റെ ചോദ്യത്തിനോട് ഒരു ചോദ്യം കൂടി. നമ്മൾ 150 ദിവസം നിൽക്കുമ്പോ അത് ജനുവരി മുതൽ ജൂൺ വരെ നിന്നാ മതിയോ, അല്ലെങ്കിൽ മാർച്ചിന് ശേഷം ഏപ്രിൽ 1 മുതൽ ഒരു 6 മാസം നിൽക്കണോ? അതൊരു ഏപ്രിൽ ടു മാർച്ചിന്റെ ഇടയിലാണ് നോക്കുക, കലണ്ടർ ഇയർ അല്ല. അന്നേരം ഇപ്പം നമ്മളിപ്പം ജനുവരി മുതൽ ജൂൺ വരെ നിന്നാല് അത് ഡിവൈഡ് ആയി പോകും അല്ല? അതെ, 2 വർഷത്തേക്കും ഡിവൈഡ് ആയി പോകും. അന്നേരം അത് നല്ലോണം ശ്രദ്ധിക്കണം അല്ലേ? അതെ, അത് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മള് അവിടെയൊക്കെ ജനുവരി ആയതുകൊണ്ട് അങ്ങനെ കൂട്ടരുത്. ഇവിടുത്തെ ഏപ്രിൽ ടു മാർച്ചാണ് ഇവിടുത്തെ പീരീഡ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ അത് ഇതേപോലെ ഇതിലോട്ട് 3 മാസം വന്നു, മനസ്സിലായോ? ജൂൺ ഇവിടെ വന്നു, എന്നിട്ട് ജനുവരി ടു മാർച്ച് വരെ ഇവിടെ കിട്ടി. ക്ലിയർ ആയി? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചാൻസ് ഉണ്ടോ ചോദിക്കാൻ?
ചോദിക്കോ. ഹലോ, ചോദിക്കാൻ പറ്റുമോ? ചോദിക്കോ. തീർച്ചയായിട്ടും. യെസ്. ഇതിപ്പോ നേരത്തെ പറഞ്ഞല്ലോ 120 ഡേയ്സ് 180 ഡേയ്സ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു കാരണം എന്താ? അങ്ങനെ ഒരു ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്, നമ്മളെ കുറച്ച് ഒരു 6 മാസം 8 മാസം മുമ്പായിട്ടോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. വിദേശത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ആസ്തികളൊക്കെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട്. അത് 180 ഡേയ്സിൽ കുറവുള്ള ആൾക്കാരായിരിക്കോ? അത് രണ്ടും ഒന്ന് പറഞ്ഞുതരുമോ? ഒന്ന് വ്യക്തത തരുമോ? റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ അത് പ്രത്യേകം ഉള്ളത്. റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇൻകം ടാക്സ് റിട്ടേൺ അത് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ അസറ്റുകൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാനുണ്ട്. അപ്പം റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോറിൻ അസറ്റ് ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യല. അത് ഓൾറെഡി ഉള്ള ഒരു നിയമമാണ്. പക്ഷെ അത് തൊട്ട് കുറച്ച് കഴിഞ്ഞ വർഷമായിട്ട് അതൊന്നും കൂടി സ്ട്രിക്റ്റ് ആക്കി അത് റിട്ടേൺ ഫയലിംഗ് കൂടി മാൻഡേറ്ററി ആക്കിയ ഒരു കേസാണ് എന്തുള്ളത്. ഫോറിൻ അസറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പക്ഷേ NRIക്ക് അല്ല അതിൽ ശരിക്കും പ്രൊവിഷൻ ഉള്ളത്, റെസിഡന്റിനാണ് പ്രൊവിഷൻ ഉള്ളത്. പക്ഷെ അന്ന് വന്നിരിക്കുന്നത് വിദേശത്തുള്ള ആസ്തികൾ പിടിച്ചെടുക്കുന്നു പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. പിടിച്ചെടുക്കും എന്ന് പറയുന്നത് അത് ഇൻകം ടാക്സിന്റെ പിന്നെ അത് ശരിക്കും നമ്മൾക്കിപ്പോ ഇന്ത്യയില് ആസ്തികളോ ഒന്നും ഇല്ലാത്ത ഒരു NRIക്കാരൻ 6 മാസത്തിൽ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് നിയമം തെറ്റിപ്പോകുന്ന അവസ്ഥക്ക് അങ്ങനെ ഒരു വിദേശത്തുള്ള ആസ്തികൾ പിടിച്ചെടുക്കാൻ ഗവൺമെന്റ് റൈറ്റ് ഉണ്ടോ എന്ന് ആ നിയമപ്രകാരം പറയുന്നത്? അങ്ങനെ ഉണ്ടോ? അല്ല, ഈ ഒരു കേസില് നോൺ റെസിഡന്റിനല്ല ആ പ്രൊവിഷൻ ഉള്ളത്, റെസിഡന്റ് ഇൻഡിവിജ്വൽസിനാണ് ആ പ്രൊവിഷൻ ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂസ് തെറ്റിട്ട് വന്നതായിരിക്കും അല്ലെ? ന്യൂസിൽ ആ സമയത്ത് കുറെ ആൾക്കാർക്ക് അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അത് ക്ലാരിറ്റി ഇല്ലാതെ കുറെ ന്യൂസുകൾ സമയത്ത് വന്നിട്ടുണ്ട്. യെസ്. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 120 ഡേയ്സ് കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താ? നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് 180 അല്ല, ഒരു വർഷത്തില് 6 മാസത്തിൽ വെച്ചാല് കൂടുതൽ ദിവസം ഇന്ത്യന്റെ പുറത്തായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഈ ഏതോ ഒരു ബഡ്ജറ്റിലോ ഏതോ ഒരു ഇത് അവതരിക്കുന്ന സമയത്ത് ഒരു 120 ഡേയ്സ് എന്നുള്ള ഒരു അതെങ്ങനെ അതിൻ്റെ അത് ചേർന്നത്? എന്താണ് അതിന്റെ ഒരു വ്യത്യാസം? രണ്ടും തമ്മിൽ ഡിഫറൻറ്റ് എന്താ? എങ്ങനെ പറഞ്ഞത്? അല്ല, 184 എന്നുള്ള പീരീഡ് നേരത്തെ ഉണ്ടായിരുന്നതാ, വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു നിയമമാണ്. NRI അല്ലാത്ത അവസ്ഥക്കും. അതേസമയത്ത് ഈ 120 ഡേയ്സ് ഏതോ ഒരു ബഡ്ജറ്റിലേക്ക് കയറി വന്നു. അപ്പൊ 120 ഡേയ്സ് ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? എന്താണ് അങ്ങനെ ഒരു 120 ഡേയ്സ് 180 ഡേയ്സ് ഡിഫറൻറ്റ് എന്താ? അത് പറയുന്നത് പിന്നെ അത് വേറെ തന്നെ ഒരു പ്രൊവിഷനാണ് 120 എന്ന് പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരാള് ഫോറിൻ പിന്നെ എന്താ പറയാ ഇന്ത്യൻ അല്ലാതെ 15 ലക്ഷത്തിൽ കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ, അതായത് 15 ദിവസത്തിൽ കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് പ്രൊവിഷൻ ഉണ്ട്. അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതായത് അങ്ങനെയുള്ള ആള് 120, അതായത് 120 ഡേയ്സിലാണ് അയാൾ സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ അയാൾക്ക് 15 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം എന്തുണ്ട്, ഫോറിൻ ഇൻകം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അയാൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് മാറും. അതായത് സാധാരണ നമ്മൾ 180 അല്ല 182 ഡേയ്സ് ആണ്, 182 ഡേയ്സ് ആണല്ലോ ഉള്ളത്. പക്ഷെ 182 ഡേയ്സ് ഇല്ല. പക്ഷെ അയാള് 120 ദിവസം എന്തുണ്ട്, ഇന്ത്യയിൽ സ്റ്റേ ഉണ്ട്. 120 ദിവസമേ ഉള്ളൂ. 120 ദിവസം ഉള്ളെങ്കിൽ സാധാരണ അയാൾ എന്താണ്, NRI ആണല്ലോ. ഫോർ എക്സാമ്പിൾ പറയാൻ 125 ദിവസം ഉള്ളത്, അയാൾ NRI ആണ്. പക്ഷെ അയാൾക്ക് ഇന്ത്യന്റെ പുറത്ത് 15 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ ആ 180 എന്നുള്ള ലിമിറ്റ് കുറച്ച് 120 ആക്കി. അതായിരുന്നു കുറച്ച് മുന്നേ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോദിക്കുന്നത് വിദേശത്തുള്ള നിങ്ങൾ പറഞ്ഞല്ലോ 15 ലക്ഷത്തിന് മേലെ അതിന് ഇൻകം നടന്നു. അപ്പൊ വിദേശത്തുള്ള വരുമാനത്തിന് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ഇന്ത്യ ഗവൺമെന്റ് ചോദിക്കുകയോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാ 15 ലക്ഷത്തിന്റെ ഒരു ലിമിറ്റ് എന്തിനാ വെച്ചത്? ലിമിറ്റ് ഇതൊക്കെ സെൽഫ് ഡിക്ലറേഷൻ ആണല്ലോ. നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടല്ലോ. നമ്മൾ NRI ആണെങ്കിൽ ഓൾറെഡി നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ ഷുഹൈബ്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇൻകം തോന്നുന്നു 15 lakhs എന്ന് പറയുന്നത്
ഇന്ത്യയിൽ 15 lakhs മോള് ഏൺ ചെയ്യുന്ന ആള് 120 days കൂടുതൽ ഇവിടെ നിന്നാൽ ഉള്ളൊരു പ്രശ്നമാണ്. നിങ്ങൾ ഫോറിന് മാറിപ്പോയതായിരിക്കും സാധ്യത എനിക്ക് തോന്നുന്നേ. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നത് അത് ഫോറിൻ ഇൻകം എന്നായിരുന്നു. $120 days ഉണ്ടെങ്കിൽ വിത്തിൻ അയാൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി. ഓക്കെ, ഇന്ത്യൻ ഇൻകം. അതെ സാറേ, എന്താണെന്നറിയാം, ഇതിലിപ്പോ നമ്മളിവിടെ ഈ ഗ്രൂപ്പിൽ അധികം NRI കാറും ആണുള്ളത്, പ്രവാസികളുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇന്ത്യൻ ഇൻകം ആണ്. പറഞ്ഞോളൂ. ക്ലിയർ ആയി. റൈറ്റ്. പിന്നെ അപ്പൊ നാട്ടിൽ എത്ര ദിവസം നിൽക്കാന്നുള്ള അങ്ങനെ ഒരു റൂൾ ഉണ്ടാ? ഈ NRIക്ക് ഇത്ര ദിവസം നിന്നൂടൂ എന്നുള്ള ഇതുണ്ട്? 150 കഴിച്ച് 155 കഴിച്ച് ബാക്കി നാട്ടിൽ തന്നെ നിൽക്കാവോ? 182 ദിവസം. ഇപ്പൊ ഉള്ളത് 15 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഇൻകം ഉണ്ടെങ്കിൽ 182 എന്നുള്ളത് ഓട്ടോമാറ്റിക് 120 days ആയിട്ട് കുറയും. നാട്ടിൽ ഇൻകം ഉണ്ടെങ്കിൽ അതാണ് അല്ലെങ്കിൽ പിന്നെ വെറും NRIക്ക് മാത്രം ഇവിടെ മാത്രം വരുമാനമുള്ള ഒരാൾക്ക് 155 ദിവസം പിന്നെ ഗൾഫും ബാക്കി നാട്ടിലും നിൽക്കാം. അതെ, 182 ദിവസം. അത് ഘട്ടമായിട്ട് നിൽക്കുന്നതിനും പ്രശ്നമില്ല. അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് 182 എന്നുള്ളത് നമുക്ക് പാലിക്കാൻ പറ്റിയില്ല. നമ്മളെ ഈ ദിവസം NRIന്റെ സ്റ്റാറ്റസ് പാലിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളൊരു എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് അതിന് അടുത്ത ഓപ്ഷൻ എന്നാ ഉണ്ടാകുക, എന്നാ പ്രശ്നം ഉണ്ടാകുക നമുക്ക്? അല്ല, അതിലൊരു കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ ഇവിടെ ഒരു റെയ്ഡ് നടന്നിരുന്നു, വലിയ റെയ്ഡ് കോഴിക്കോട്. അയാൾക്ക് ഒരു പാർട്ട്ണർ 2 ദിവസം കാരണമാണ് ഗ്യാപ്പ് വന്നത്. വലിയ ഇൻകമുള്ള ആളാ. അയാളെ ഗൾഫിൽ വലിയ ബിസിനസ് ഉണ്ട്. അയാള് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തായി, റെസിഡന്റ് ആയി. എന്ത് സംഭവിച്ചു? ഗ്ലോബൽ ഇൻകത്തിന് ടാക്സ് വന്നു. നമ്മള് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞ സാധനത്തിന് ഇവരെന്ത് ചെയ്തു? കംപ്ലീറ്റ് ബിഗ് റൈഡ് ആണ്. ചെറിയ ക്ലയന്റ്, ചെറിയ സാധനങ്ങളല്ല, അതിനൊന്നും ഒരു മെനക്കെട്ടില്ല. വലിയ കേസാണ്. അപ്പൊ അതെന്ത് ചെയ്തു? അതിന്റെ മുകളില് വലിയ എമൗണ്ട് അവര് ടാക്സ് അടപ്പിച്ചു. ഇതാണ് അതിന്റെ എന്താണ്. ഇത് ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മളെ സ്റ്റാറ്റസ് മാറും. സ്റ്റാറ്റസ് മാറിയാൽ അവിടെ ഇൻകത്തിന്, ഗ്ലോബൽ ഇൻകത്തിന് ടാക്സബിലിറ്റി. നമ്മളിപ്പം ഇപ്പൊ നമ്മളെന്താ ഇതാക്കുന്ന വെച്ചാൽ അതിന് കണക്കായിട്ടുള്ള ഇത് കട്ടേണ്ടി വരും. 1 കോടി അവിടെ ഇൻകം ഉണ്ട്. 1 കോടി ഇൻകം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? നമ്മളെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ ടാക്സ് അടക്കേണ്ടി വരും. എത്ര ശതമാനം? അതാണ് നേരത്തെ പറഞ്ഞ സ്ലാബ്. നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ 4 ലക്ഷം വരെ ടാക്സ് ഇല്ല. ആ തരത്തില് 24 ലക്ഷം വരുമ്പോ 30% വരും. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റോ അതേപോലെ പാർട്ണർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻകം വരുന്നത്, റെമ്യൂണറേഷൻ വരുന്നുണ്ടെങ്കിൽ അത് സ്ലാബിലോട്ട് വരും. അല്ലാത്ത കേസ് ഒക്കെ എന്ത് വരും? നമ്മൾ ആ സ്ലാബ് അനുസരിച്ച് എന്തായാലും TDSന്റെ അപ്ലിക്കബിലിറ്റി വരും. ഒരു 30% പിടിക്കും. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ആളുകൾ ഇവിടുത്തെ കമ്പനിയിൽ ലീഗൽ ഓണർഷിപ്പ് ഉള്ള ആളുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലേ, ഈ 4 lakh എന്നുള്ളത് സ്ലാബ് നിലവിൽ അമെന്റ്മെന്റിൽ ആയതാണോ, അല്ലെങ്കിൽ മുമ്പേ ആ സ്ലാബ് അങ്ങനെ തന്നെയാണ് ആയിരുന്നോ? ഒന്ന് അത്. രണ്ടാമത്തത്, ഇതിലിപ്പോ NRI സ്റ്റാറ്റസ് ഇപ്പൊ ബാങ്ക് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നേരെ കുറെ ആൾക്കാർ ചോദിച്ച സംശയമാണ്. 150 കുറവാണ് ഞാന് നാട്ടില് 150 കൂടുതൽ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അവരെ NRI സ്റ്റാറ്റസ് ബാങ്ക് പിന്നെ ഓൾറെഡി NRI സ്റ്റാറ്റസ് തന്നെയാണ് ഉള്ളത്. അത് കാണിച്ചു കഴിഞ്ഞാൽ മതിയോ നമുക്ക്? പിന്നെ NRI ആണ് ബാങ്ക് സ്റ്റാറ്റസ് കാണിക്കുന്നത് ശരിക്കും അതൊരു അപ്രൂവ്ഡ് അല്ല. കാരണം ബാങ്കുകൾ ഒരുപാട് ആൾക്കാർ 4 കൊല്ലമായിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാരും ഇപ്പൊ NRI അക്കൗണ്ട് ഇത് വെച്ച് പോകുന്നുണ്ടാവും. അത് ഇൻകം ടാക്സ് കൺസിഡർ ചെയ്യൂല. അവർ കൊല്ലത്തിലേക്ക് KYC അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ കൊടുത്തോണ്ടായിരിക്കുമല്ലേ ബാങ്ക് അത് അപ്ഡേറ്റ് ചെയ്യുന്നത്? അത് നമ്മള് സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടെങ്കിൽ ബാങ്കിനെ അറിയിച്ചിട്ട് അക്കൗണ്ട് മാറ്റിയിട്ട് നോർമൽ ആക്കാന്നുള്ളതാണ് ഉള്ളത്. പക്ഷെ അത് ബാങ്കിൽ NRI അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ NRI ആണെന്ന് പറയാൻ പറ്റൂല. NRI സ്റ്റാറ്റസ് നോക്കുന്ന ഒരു ഡിസൈൻ ആണ് ഉള്ളത്. ഓക്കെ. പിന്നെ സ്ലാബിന്റെ കാര്യം, സ്ലാബ് ഇപ്പോഴത്തെ അമെന്റ്മെന്റിലാണോ 4 ലക്ഷം ആയത്, അല്ലെങ്കിൽ അത് മുമ്പേ
അതല്ലല്ല പിന്നെ അത് ആദ്യം 3 ലക്ഷമായിരുന്നു. പിന്നെ കഴിഞ്ഞ അമെന്റ്മെന്റിൽ 4 ലക്ഷം ആക്കിയിട്ടുണ്ടായിരുന്നു. പുതിയ പുതിയ ഇൻകം ടാക്സ് ആക്ട് വന്നപ്പോഴും ആ 4 ലക്ഷം അങ്ങനെ തന്നെയാണ് ഉള്ളത്, മാറ്റിയിട്ടില്ല. ഇൻകം ടാക്സ് ആക്ട് മാറ്റിയപ്പോൾ മാറ്റിയിട്ടില്ല. ഇൻകം ടാക്സ് ആക്ട് മാറ്റുന്നതിന് മുന്നേ ഫിനാൻസ് ബില്ല് 2025 ഫിനാൻസ് ബില്ലില് അത് പിന്നെ 4 ലക്ഷം ആക്കി. പിന്നെ എന്താ പറയാ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് സ്ലാബ് മാറ്റുകയും ചെയ്തു. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക എന്താ വെച്ചാല് ഈ 2.5 ലക്ഷം എന്ന് പറയും, അത് 2 റെജിം ഉണ്ട്. ഇപ്പൊ 2 പാറ്റേണിൽ നമുക്ക് ടാക്സ് അടക്കാം. ഒന്ന് ഓൾഡും ഒന്ന് ന്യൂവും. അപ്പൊ 2.5 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 3 എന്ന് കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ അത് 4 എന്ന് കേൾക്കുന്നുണ്ടാവും. ഇപ്പം എന്തായാലും എല്ലാവരും ടാക്സ് അടക്കുന്നത് ന്യൂ റെജിം വെച്ചിട്ടാണ്. 4 ലക്ഷം വരെ നമുക്ക് ടാക്സ് ഇല്ല. ബാക്കിയുള്ള ഇന്ത്യയിലുള്ള സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് 12 ലക്ഷം വരെ, അല്ല റെസിഡന്റ് ആണെങ്കിൽ അവർക്ക് 12 ലക്ഷം വരെയും ടാക്സ് ഇല്ല. ടാക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ റിബേറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത്ര എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, കുറഞ്ഞ് കിട്ടും. അതുപോലെ നമ്മുടെ നാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോ, ഇപ്പൊ ഉദാഹരണ ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ, പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ, പിന്നെ NRI ആണെങ്കിൽ നമുക്ക് ഫുള്ള് NRI സ്റ്റാറ്റസ് നിലനിർത്തിയ ഒരാളാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്കത് ഒരു സോഴ്സ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിപ്പോ ഒരു വണ്ടി വാങ്ങുന്ന ഇപ്പൊ ഒരു ലക്ഷറി വണ്ടി വാങ്ങുന്നത് തന്നെ നമ്മൾ പാൻ കാർഡ് നിർബന്ധമാക്കിയല്ലോ ഇപ്പൊ എല്ലാം, അങ്ങനത്തെ പ്രോപ്പർട്ടി വാങ്ങുന്ന കാര്യങ്ങൾക്കല്ലോ. അപ്പൊ അത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ NRI അക്കൗണ്ടും കൂടി അതിൽ ലിങ്ക് ആവുമോ ഈ പാൻ കാർഡില്? അതെങ്ങനെയാ വരിക വെച്ചാല്, നിങ്ങളെ പാൻ കാർഡ് ഉണ്ടല്ലോ, പാൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് തരുന്ന നമ്പർ ആണല്ലോ. അതെ, അല്ലേ? അപ്പൊ ഇത് ആർക്ക് കൊടുക്കുകയാണ്? നമ്മള് ആരുടെ നിന്നാണോ വണ്ടി വാങ്ങുന്നത്, ഇപ്പൊ ഷോറൂം ടയോട്ട എന്നുള്ള ഷോറൂമിൽ നിന്ന് നമ്മളൊരു വെൽഫെയർ 1.5 കോടിയുടെ വണ്ടി വാങ്ങുകയാണ്. അപ്പൊ ടയോട്ടക്കാർ നിങ്ങളെ പാൻ നമ്പർ വാങ്ങും. ഓക്കെ, നിങ്ങളെ പേരിൽ ബില്ലടിക്കും. ഒരു കാര്യം കൂടി ചെയ്യും, നിങ്ങളെ പേരിൽ ഒരു ശതമാനം TCS എന്ന് പറഞ്ഞ സാധനം പിടിക്കും, ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ എന്ത് വന്നു, നിങ്ങള് ടയോട്ടയിന്ന് ഒരു 1.5 കോടിന്റെ വണ്ടി വാങ്ങി എന്നുള്ളതും പ്രൂഫ് എവിടെ വന്നു? ഇൻകം ടാക്സിന്റെ പാൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് തരുന്ന ഒരു നമ്പറാണ്. അപ്പൊ ഇൻകം ടാക്സിന്റെ ഡാറ്റ കിട്ടി, 1.5 കോടിന്റെ ഒരു വെഹിക്കിള് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാള് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങളെ NRI അക്കൗണ്ട് ത്രൂ വന്ന പൈസ ആയിരിക്കും. അതാണെങ്കിൽ ഇഷ്യൂ ഇല്ല. ഓക്കെ, അല്ലാതെ ITR ഒന്നും ഫയൽ ചെയ്യാതെ ഒരാൾ വാങ്ങുകയാണെങ്കിൽ, ഇവിടെ നാട്ടിൽ എല്ലാ വർഷവും ഒരു 2 ലക്ഷം ഇൻകം കാണിക്കുന്ന ഒരാളാ, ഒരു 5 വർഷമായിട്ട് അയാൾ 2 ലക്ഷം ഇൻകം കാണിക്കണുള്ളൂ, അല്ലെങ്കിൽ 5 ലക്ഷം കാണിക്കണുള്ളൂ. അയാൾ പോയിട്ട് 1 കോടിന്റെ ഒരു വണ്ടി വാങ്ങിയാൽ അത് അയാൾക്ക് വാങ്ങാൻ കഴിയൂലല്ലോ. ഒന്ന് ലോൺ ഇടാൻ പറ്റും. ഇപ്പൊ ലോൺ ഇട്ടാൽ സോഴ്സ് ആയി. ഓക്കെ, ഫുൾ അക്കൗണ്ട് പൈസ കൊടുത്തു വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്തുണ്ട്, അത് അവര് ട്രാക്ക് ചെയ്യും. വെരി ക്ലിയർ. അതായത് ഫുള്ളായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് അക്കൗണ്ട് ത്രൂ, ഇപ്പൊ NRI അക്കൗണ്ടിൽ നിന്ന് നാട്ടിലത്തെ അക്കൗണ്ടിലോട്ട് അവർ വന്ന ഫണ്ടാണെങ്കിൽ ഓൾറെഡി അത് പ്രൂഫുള്ള സോഴ്സ് ഉള്ള ഫണ്ടാണ്, അതിനൊരു വിഷയം വരൂല. ഒറ്റ ചോദ്യം കൂടെ അതിന്റെ കൂടെ, പാൻ കാർഡ് എടുക്കൽ നിർബന്ധമാണോ ഒരു വ്യക്തിക്ക്, നാട്ടിലുള്ള ഒരു വ്യക്തിക്ക്? യെസ്. ഇപ്പം എന്ത് ട്രാൻസാക്ഷൻ, ഇപ്പൊ 50,000 മുകളിലൊക്കെ ഇപ്പൊ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുമ്പോ അല്ലേ, പാൻ നമ്പർ ഉണ്ടെങ്കിൽ അതിൽ കയറുള്ളൂ, ബാങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല, എല്ലാത്തിനും പാൻ കാർഡ് ഇപ്പോ ആപ്ലിക്കബിൾ ആക്കി തുടങ്ങി. എല്ലാം ഡിജിറ്റലൈസ് ആയി, ഇല്ലെങ്കിൽ അവിടെ ലോക്കായി നിൽക്കും. ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പാൻ കാർഡ് എടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. പാൻ കാർഡിലെ ഒരു വണ്ടി വാങ്ങലോ സ്ഥലം വാങ്ങലോ ഒന്നും നടക്കൂല. അവിടെയൊക്കെ TDSന്റെ പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ പാൻ നമ്പർ നിർബന്ധമായി. പിന്നെ ഗവൺമെന്റ് എല്ലാ നിലക്കും ബാങ്ക് അവരൊക്കെ മാക്സിമം അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ കാർഡ് എടുപ്പിക്കും വേണ്ടി ചെയ്യും. എന്നാൽ മാത്രമാണ് ഇതിന്റെ പെർവ്യൂയിലേക്ക് ആൾക്കാർ എത്തുള്ളൂ. ഒരു പാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻകം ടാക്സിൽ ഒരു അസസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നമ്പറാണ് പാൻ എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് ആൾക്കാരെ അറിയുണ്ടാവില്ല ആരൊക്കെയാണെന്നുള്ളത്. അതിന്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ TDS TCS ഒക്കെ കളക്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ചെറിയൊരു എമൗണ്ട് TDS ആയിട്ടോ TCS ആയിട്ടോ പിടിച്ചിട്ടുള്ളൂ, ഒരു 5,000. അപ്പൊ ഞാൻ അത് കിട്ടാൻ വേണ്ടി ക്ലെയിം ചെയ്യാൻ മെനക്കെടില്ലല്ലോ.
അപ്പൊ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ TDS പിടിച്ച ഒരാള് ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ആ ഇൻകം ഉണ്ടല്ലോ, ആ TDS പിടിച്ച ഇൻകം നിങ്ങളെ ബേസിക് എക്സംഷൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എമൗണ്ടിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതായത് 4 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ട്, അതിന്റെ മുകളിൽ അപ്പൊ ചിലപ്പോൾ ചില കേസിൽ 1% ഒക്കെ TDS ഉള്ള കേസുകളുണ്ട്. കോൺട്രാക്ട് ഒക്കെ 4000 TDSന്റെ എമൗണ്ട് അല്ല അതിന് നോക്കേണ്ടത്, എത്ര ഇൻകം ആണ് അതിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. ആ ഇൻകം പറയുന്ന 4 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഓൾറെഡി റിപ്പോർട്ടഡ് ആയി, കറക്റ്റ് വന്നു, നമ്മള് ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ തന്നെ കാണിക്കും കറക്റ്റ് ആരാണ് എന്നുള്ളത് വരെ കാണിക്കും. എന്നിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും, നോട്ടീസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഇതില് ഇപ്പൊ TDS ഇപ്പൊ NRI സ്റ്റാറ്റസിലാണോ നിങ്ങളത് TDS പിടിച്ചത്? നിങ്ങളെ കേസ് വെച്ചിട്ട് പറയാൻ വേണ്ടിട്ടാട്ടോ. നിങ്ങളെ NRI കണ്ടിട്ടാണോ അവര് TDS പിടിച്ചത്? അതെ, NRI കണ്ടിട്ട് NRO അക്കൗണ്ടിൽ വന്ന ചെറിയൊരു ഇൻട്രസ്റ്റിന് അവർ പിടിച്ചതായിരിക്കും. ചെറിയ എമൗണ്ട്, അത് 16,000 രൂപ ഉള്ളൂ. അതിപ്പോ നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തില്ല, 4 ലക്ഷം കഴിഞ്ഞിട്ടില്ല, ഒന്ന് നിങ്ങൾക്ക് ഒരു ബാധ്യത ഇല്ല, നിങ്ങൾ 5,000 പോയതുള്ളൂ. മനസ്സിലായി. ഇനി അതിന് പകരം ഇപ്പൊ നിങ്ങളൊരു ബിൽഡിംഗ് ഉണ്ട്, 5 ലക്ഷം റുപ്യാണ് റെന്റ്, അതിന്റെ 30% പിടിച്ചു 1.5 ലക്ഷം റുപ്യ നിങ്ങൾ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് ഇൻകം ടാക്സിന്റെ പാൻ നമ്പറിലാണ് ഇത് കയറി കിടക്കുക. ഫയൽ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ 1.5 ലക്ഷം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഫയൽ ചെയ്യും. അപ്പൊ ആ ഒരു ഗ്യാപ്പിന് വരുന്ന 5% മാത്രമേ നിങ്ങൾക്ക് ടാക്സ് വരുള്ളൂ. അത് മാത്രല്ല, ഇപ്പൊ ബിൽഡിംഗ് റെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 30% ഇൻകം ടാക്സ് ഇത് തരും, എന്താണ് നേരിട്ട് തന്നെ ഡിഡക്ഷൻ തരും നമ്മൾ റിപ്പയറും മെയിൻ്റനൻസിനും വേണ്ടിയിട്ട്. അപ്പൊ 5 ലക്ഷം നിങ്ങൾക്ക് 3.5 ആവും, അപ്പൊ ടാക്സ് ഒന്നും അടയ്ക്കാണ്ടാവില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും വരൂല. ഇപ്പൊ നാട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മൾ റെമ്യൂണറേഷൻ എന്നൊക്കെ ഉള്ള രൂപത്തില് പാർട്ട്നേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, അലൗഡ് ആണ്. 1 കോടി ഇൻകം ഉണ്ടെങ്കിൽ 60 ലക്ഷം വരെ പാർട്ട്നേഴ്സിന് സാലറി ആയിട്ട് എടുക്കാം എന്നുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ പാർട്ട്നേഴ്സ് ആളുണ്ടെങ്കിൽ 6 ലക്ഷം വരുള്ളൂ, അപ്പൊ അവരാർക്കും ടാക്സ് വരില്ല, ബാക്കി 40 ലക്ഷത്തിനെ ടാക്സ് വരുള്ളൂ. ഓക്കെ, അങ്ങനെ ഈ റൂൾസും കാര്യങ്ങളും കറക്റ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ടാക്സ് ബേർഡൻസ് ഒക്കെ കുറയും ശരിക്കും. ഇതിപ്പോ വണ്ടി വാങ്ങിച്ചിട്ട് TCS ക്ലെയിം ചെയ്യാൻ മറന്നുപോകുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് എന്താ ഉണ്ടാവുക? ആ പൈസ പോകുന്നതല്ലാതെ വേറെ ബുദ്ധിമുട്ട് വരുമോ എന്തെങ്കിലും? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ, ചിലപ്പം ഇപ്പൊ നിങ്ങള് വലിയ എമൗണ്ട് ആണെന്ന് വിചാരിക്കുക, 1.5 കോടിന്റെ ഇതാണെന്ന് വിചാരിക്കുക, അപ്പൊ ഒരു പൈസ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേറെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സോഴ്സാ നോക്കുക. ഇപ്പൊ 1.5 ലക്ഷം ആയിരിക്കും അപ്പൊ ആ വണ്ടിന്റെ ഇതുണ്ടാവുക, അതെന്തായാലും നിങ്ങൾ ഫയൽ ചെയ്ത് എടുക്കാൻ ശ്രമിക്കും സാധാരണ അങ്ങനത്തെ വലിയ കേസ് ആണെങ്കിൽ. ഒരു 10 ലക്ഷത്തിന്റെ വണ്ടിയാണെങ്കിൽ നമ്മൾ അത്ര ഉണ്ടാവുള്ളൂ, 10,000 ഉണ്ടാവുള്ളൂ. ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നം ഒന്നുമില്ല, റിട്ടേൺ അതല്ല, അത് ആ TCS കളക്ട് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമല്ല. ഇത്രയും ഫണ്ട് നമുക്ക് ചെയ്യാൻ വേറെ ഇൻകം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന് സപ്പോർട്ടിങ് ആയിട്ടൊന്നും പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് അപ്പൊ പിന്നെ നമുക്ക് പിന്നെ കാണിക്കാം, പിന്നെ നീ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഓൾറെഡി അതും കൂടി ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളതാണ്. എത്രയും എമൗണ്ട് ഇപ്പൊ നമ്മൾ കാണിക്കുകയാണ്, ഒരു ലോൺ ഇല്ല, ഒന്നുമില്ല, എന്നാ റെസിഡന്റ് ആണ്, അപ്പൊ എങ്ങനെ ഇത്ര വലിയ ഫണ്ട് അസറ്റ് വാങ്ങുന്നു, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതിന് മുന്നേ അതിനൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. അതെ അതെ, അല്ല ഇത് NRI ചോദിച്ചത്, NRI അത് മറന്നു പോവാ കൂടുതലായിട്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എന്റെ പേര് അഷ്റഫ്. ഹലോ. എനിക്ക് NRIയിൽ 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോ സ്ഥിരമായിട്ട് ഒരു ബാങ്കിലാണ് പിന്നെ NRI വരിക, അതിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഇവിടുന്ന് NRI തന്നെ ട്രാൻസ്ഫർ ആക്കിയിട്ടാണ് നമ്മൾ ബൈക്കിന്റെ ലോണ് മറ്റ് ക്രെഡിറ്റ് കാർഡിനെല്ലാം പേയ്മെന്റ് ചെയ്യാം. അപ്പൊ അത് 2 ഇൻകം ആയിട്ട് കൂട്ടുക? ഇല്ല, അങ്ങനെ കൂട്ടൂല. ഇല്ല. NRI സ്റ്റാറ്റസ് ഇപ്പൊ ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? NRI സ്റ്റാറ്റസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇൻകം എവിടുന്നാന്ന് മാത്രം അത് NRI ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് ഒരിക്കലും, ഒരാളെ അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് ഒരിക്കലും ഡബിൾ ഇൻകം ആയിട്ട് കൂട്ടൂല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചാൽ ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതിൽ പിന്നെ ഇൻകം ലിമിറ്റ് കടക്കുന്നത് മാത്രമല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വേറെ കുറച്ച് കാര്യങ്ങളോടും പറയുന്നുണ്ട്, അതും കൂടി ജസ്റ്റ് ഞാനൊന്ന് നോട്ടീസ് ചെയ്ത് തരാം. കാരണം അല്ലാതെ എല്ലാവരും ശ്രദ്ധിക്കൽ എപ്പോഴും ഇൻകം കൂടുമ്പോൾ മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്.
അല്ലാതെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ മാൻഡേറ്ററി ഏകദേശം 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഞാൻ ഫാസ്റ്റ് ആക്കിയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് നിയമമുള്ളത്. അത് നമുക്ക് ഇൻകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇൻകം ഒന്നുമില്ല, ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ. അതേപോലെ തന്നെ നമ്മളെ കറന്റ് അക്കൗണ്ടിൽ 1 കോടിയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടറോ എഞ്ചിനീയറോ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആരാണെങ്കിലും ഒരു 10 ലക്ഷത്തിൽ കൂടുതൽ ഒരു റെസിപ്റ്റ് ഉണ്ടെങ്കിൽ, ഫീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ തന്നെ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് 50 ലക്ഷത്തിൽ കൂടുതൽ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാങ്ക് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ നമ്മൾ FD പോലത്തെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അത് 50 ലാഖിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പ്ലസ് ഉള്ളത് പിന്നെ നമുക്ക് എന്തെങ്കിലും അസറ്റോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ എന്തെങ്കിലും ഏതെങ്കിലും ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഉള്ളത് റെസിഡന്റിനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. റെസിഡന്റിന് ഔട്ട്സൈഡ് ആയിട്ട് എന്തെങ്കിലും അസറ്റോ അക്കൗണ്ടോ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യണം. പിന്നെ ഫോറിൻ ട്രാവലിന്റെ എക്സ്പെൻസ് 2 ലക്ഷത്തിൽ കൂടുതൽ ഫോറിൻ ട്രാവൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഒരു ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് 60 ലക്ഷത്തിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. TDS TCS ഇപ്പൊ വണ്ടി വാങ്ങിയ കേസാണെങ്കിലും TDS TCS ഇപ്പൊ TDS ആണെങ്കിൽ 25,000 കൂടുതൽ TDS പിടിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ടാക്സബിൾ ഇൻകം 4 ലക്ഷത്തിൽ കുറവാണ്, എന്നാലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. ഇനി TCSന്റെ കേസിലും ഇതേപോലെ തന്നെ വണ്ടി എന്തെങ്കിലും വാങ്ങിയിട്ട് 50,000 കൂടുതൽ TCS ഉണ്ടെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്, ആ ലോസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ലോസ് ക്യാരി ഫോർവേഡ് റിട്ടേൺ ഫയൽ ചെയ്യാതെ ഒരിക്കലും നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റിലേക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പിന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. പക്ഷെ അതിൽ ഒരു ചോദ്യം, നമ്മൾ ജോയിന്റ് അക്കൗണ്ടിൽ 50 ലക്ഷത്തിന്റെ മേലുണ്ടെങ്കിലോ? ജോയിന്റ് അക്കൗണ്ട് 50 ലക്ഷത്തിൽ പറയുന്നില്ല. പിന്നെ ഒന്ന് പറയുന്നത് കറന്റ് അക്കൗണ്ടിലാ പറയുന്നത് 1 കോടിയിൽ കൂടുതൽ. നമ്മൾ ജോയിന്റ് ആയിട്ടുള്ള അക്കൗണ്ട് അല്ലോ, 2-3 ആള് ഷെയർ സൊസൈറ്റി കാര്യങ്ങളൊക്കെ നടത്താൻ ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. അതെ അതെ, അങ്ങനെയുള്ള അക്കൗണ്ട് അല്ലോ, അതിൽ പറഞ്ഞിട്ടില്ല. ഇല്ലല്ലേ. നമ്മൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ ഏതായാലും വളരെ താങ്ക്സ്. ഒരുപാട് അറിവുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും ഇന്നും അജ്ഞരാണ് ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, വളരെ നല്ല അറിവായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഇതിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ നന്ദി. പിന്നെ ഒരു അഡീഷൻ ഷാരിക്ക, ഇനി എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ ഫ്രണ്ട്സിന്റെ ഇടയിലോ സംസാരിക്കുമ്പോഴൊക്കെ, അത് ഷാരിക്കാനോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പറഞ്ഞുതരാൻ കഴിയും. ആ ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് ഇടാനല്ലേ തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തിക്കണമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ് തന്നെയായിരുന്നു മിസ്റ്റർ നസീഫ് ആൻഡ് ഷുഹൈബ്. പിന്നെ കൂടുതൽ അറിയണമെന്നുള്ള ആൾക്കാരും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഈ NRE ആയതുകൊണ്ട് അധികമായിട്ടും ടൈമിന്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും പിന്നെ വേറൊരു ഒഴിവുള്ള ദിവസങ്ങളിൽ എല്ലാവരും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് വിപുലമായിട്ടൊരു പരിപാടി വെക്കണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. അപ്പൊ അതിന്
ഇൻഷാല്ല ഒരു ഏകദേശം ഒരു നല്ലൊരു പങ്കാളിത്തത്തിൽ വന്നിട്ടുണ്ട്, ഒരുപാട് അറിവുകൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ല പിന്നെ ഇങ്ങനത്തെ പരിപാടികൾ ലൈവ് സ്ഥിരമായിട്ട് ഓരോരു നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും പിന്നെ ഇത്രയും ഉപകാരപ്രദമായ ഒരു സെഷന് ഇവിടെ അവതരിപ്പിച്ച മിസ്റ്റർ ഷുഹൈബ് ആൻഡ് മിസ്റ്റർ നസീഫ് ഇതിൽ പങ്കെടുത്ത കേരളത്തിൽ ലൈവിന്റെ എല്ലാ അംഗങ്ങൾക്കും വളരെ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ നല്ലൊരു അടി ഉണ്ടായിട്ടുള്ളത് കുവൈറ്റില്. അപ്പൊ അതാണ് അതിന്റെ ഇടയ്ക്ക് ഒരു മെസ്സേജ് വന്നത്, എവിടെയാ വീണതെന്നൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അത്ര പോലും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഒക്കെ ഇവിടെ ഉള്ളത്. ഏതായാലും അള്ളാഹു തആല നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല എളുപ്പമാക്കി തരട്ടെ. ഇനിയും നല്ല സെഷൻ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പൂർണ്ണ സഹകരണം വേണം എന്ന് പറഞ്ഞുകൊണ്ടും വളരെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.